ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖല്ലേ മക്കളെ? അപ്പൊ ദാ നമ്മള് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ടായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ എഡ്യൂക്കേഷണൽ സെക്ടർ കംപ്ലീറ്റ് ചെയ്തു, എക്കണോമിക് സെക്ടർ കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് പാർട്ടാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. ഒന്ന്, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുത്തു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ദെൻ സ്പേസ് റിസർച്ചിന്റെ ഭാഗത്ത് എന്തെല്ലാം അച്ചീവ്മെന്റ്സ് ഇന്ത്യ ഉണ്ടാക്കിയെടുത്തു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഷുവർ ആയിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇത് എഡ്യൂക്കേഷണൽ സെക്ടർ ആവാം, അല്ലെങ്കിൽ എക്കണോമിക് സെക്ടർ ആവാം, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ആവാം. ഇതിൽ ഏത് പാർട്ടാണെങ്കിലും ആ ഒരു 5 മാർക്കിന്റെ ഏരിയ നമ്മൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ദറ്റ് ഈസ് ലിസ്റ്റ് ദി അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഓക്കെ, സോ വൺസ് അഗെയിൻ, അതായത് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിൽ ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് എന്തെല്ലാം അച്ചീവ്മെന്റ്സ് ആണ് ഉണ്ടാക്കിയെടുത്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ലിസ്റ്റ് ദ അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. So first of all, under the leadership of Jawaharlal Nehru, an ardent fan of modern science and technology, India made great achievements in science and technology. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ഭയങ്കര കട്ട ഫാനാണ്. എന്തിന്റെ? സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കട്ട ഫാനായിരുന്നു ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് തന്നെ ആളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇന്ത്യയിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വലിയ തോതിലുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതിന്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് സെവറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സോ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ, അത്രയും കടുത്ത ആഗ്രഹവും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഒക്കെ തന്നെ ഫലമായിട്ട് 3 മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് ഉണ്ടായി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഇവിടെ തന്നിരിക്കുന്നത്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ദാറ്റ് ഈസ് CSIR, then Indian Council of Agricultural Research, that is ICAR, then Indian Council of Medical Research, that is ICMR. ഈ 3 നല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 3 പേരുകൾ മറക്കരുത്. CSIR, ICAR, ICMR, Council of Scientific and Industrial Research, Indian Council of Agricultural Research, Indian Council of Medical Research. Okay, ഇനി Homi Jahangir Baba and S.N. Bhatnagar helmed the projects of Council for Scientific and Industrial Research. നമ്മൾ ഓൾറെഡി പറഞ്ഞു CSIR. ഈ CSIRന്റെ കംപ്ലീറ്റ് പ്രൊജക്ടുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് 2 പേരായിരുന്നു. ഒന്ന് ഹോമി ജഹാംഗീർ ബാബ, മറ്റൊന്ന് S.N. ഭട്നാഗർ. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ്? ഹോമി ജഹാംഗീർ ബാബയും S.N. ഭട്നാഗറും കൂടെ ചേർന്നിട്ടാണ് CSIRന്റെ കംപ്ലീറ്റ് പ്രൊജക്ടുകൾക്ക് നേതൃത്വം കൊടുത്തത്. ഇനി H.J. Baba was the head of the Tata Institute of Fundamental Research. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെയും ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെയും ഹെഡാണ് ആര്? ഹോമി ജഹാംഗീർ ബാബ, അല്ലെങ്കിൽ H.J. ബാബ എന്ന് പറയുന്നത്. അപ്പൊ മൊത്തം നമ്മൾ 4 പോയിന്റ് കവർ ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സ് എല്ലാം തന്നെ ഉണ്ടായത്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ തുടങ്ങി എന്ന് പറഞ്ഞു. അതിന് 3 എക്സാമ്പിൾ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? സോ ഈ പറയുന്ന CSIRന്റെ കംപ്ലീറ്റ് പ്രൊജക്ടുകൾക്കും നേതൃത്വം കൊടുത്തത് ആരൊക്കെയായിരുന്നു? ഹോമി ജഹാംഗീർ ബാബയും S.N. ഭട്നാഗറും ചേർന്നായിരുന്നു. ദെൻ നാലാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ഹോമി ജഹാംഗീർ ബാബ എന്ന് പറയുന്ന 2 മെയിൻ സംരംഭങ്ങളുടെ ഹെഡായിരുന്നു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെയും ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെയും ഹെഡായിരുന്നു ഹോമി ജഹാംഗീർ ബാബ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡ്യൂറിങ് ദ സെയിം ടൈം, ഇതേ സമയത്ത് തന്നെ വേൾഡ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് were also established in the country. ലോകോത്തര നിലവാരമുള്ള എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നു. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, 5 IIT-കൾ നിലവിൽ വന്നു. ഏത് കാലഘട്ടത്തിലാണ്? 1954-ലും 1964-ലും ഇടയിലായിട്ട് 5 IIT-കളും ഇന്ത്യയിൽ നിലവിൽ വന്നു. അഞ്ചാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ഇതേ സമയത്ത് തന്നെ വേൾഡ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ രാജ്യത്ത് വന്നു. അതുകൂടാതെ 5 IIT-കൾ നിലവിൽ വന്നു 1954-നും 1964-നും ഇടയിലായിട്ട്. Then final point, subsequently India made tremendous progress in medical science, biomedical engineering, genetics, biotechnology, health science, marine technology, information technology, atomic energy and transportation. ഈ പറയുന്ന മേഖലകളിലെല്ലാം ഈ പറയുന്ന ഇന്ത്യക്ക് വലിയ തോതിലുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു.
ഓക്കെ, അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി ഇനി ഒരു ബാലികേറ മലയേ അല്ല. സോ 5 പോയിന്റ് നമുക്ക് മൊത്തം പഠിക്കേണ്ടുള്ളൂ. നമ്മളിത് കൂളായിട്ട് അത് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഇന്ത്യയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയത് പറഞ്ഞു. അതിന് 3 എക്സാമ്പിളും നമ്മൾ പറഞ്ഞു. പിന്നെ ഹോമി ജഹാംഗീർ ബാബയും എൻ ഭട്നാഗറും കൂടെ ചേർന്നിട്ട് CSIRന്റെ കംപ്ലീറ്റ് പ്രൊജക്ടുകൾക്ക് നേതൃത്വം കൊടുത്തി. ദെൻ ഹോമി ജഹാംഗീർ ബാബ എന്ന് പറയുന്നത് എന്തിന്റെ ഹെഡായിരുന്നു? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെയും ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെയും ഹെഡായിരുന്നു. ഓക്കെ, ഇനി ഇത് കൂടാതെ ഇതേ സമയത്ത് തന്നെ വേൾഡ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മുടെ രാജ്യത്ത് വന്നു. അതുകൂടാതെ 5 IITകൾ നിലവിൽ വന്നു. അങ്ങനെ ഇന്ത്യ പല ഏരിയയിലും, മെഡിക്കൽ സയൻസ് ആയിക്കോട്ടെ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ജെനറ്റിക്സ്, ബയോടെക്നോളജി, ഹെൽത്ത് സയൻസ്, മറൈൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, അറ്റോമിക് എനർജി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അപ്പൊ ഈ ഒരു 5-6 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി സെറ്റായി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഏതാണ്? സ്പേസിന്റെ പാർട്ടും കൂടിയാണ്. ഡിസ്ക്രൈബ് ദ പ്രോഗ്രസ് that post independent India. Okay, describe the progress that post independent India achieved in space. സ്പേസിന്റെ ഭാഗത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എന്തെല്ലാം വളർച്ച കൈവരിച്ചു? സോ അവിടെ കുറച്ച് ഫിഗേഴ്സ് നമ്മൾ പഠിക്കാനുണ്ട്. 1962 നെഹ്റു വിത്ത് ദ ടെക്നിക്കൽ അഡ്വൈസ് ഓഫ് വിക്രം സാരാഭായ് ഫോംഡ് ദി ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഓക്കെ, സോ വൺസ് അഗെയിൻ 1962 നെഹ്റു വിക്രം സാരാഭായുടെ അഡ്വൈസോടുകൂടി ഇൻകോസ്പാർ ഫോം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഫോം ചെയ്തു. In 1969 എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു ലീഡ് ദി സ്പേസ് റിസർച്ച്. സ്പേസ് റിസർച്ചുകളെ എല്ലാം ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ISRO ഫോം ചെയ്തു. The first rocket launching station in India was established in Tumba near തിരുവനന്തപുരം. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ 3 പോയിന്റ് ആയേ. ആദ്യത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു 1962 ഇൻകോസ്പാർ ഫോം ചെയ്തു, 1969 ISRO ഫോം ചെയ്തു. ദെൻ അടുത്ത പോയിന്റിൽ എന്താണ്? ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തുമ്പയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു, ട്രിവാൻഡ്രത്തിനടുത്ത്. ദെൻ അടുത്തത് ഫസ്റ്റ് സാറ്റലൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഏതാണത്? That is Aryabhatta. Okay, Aryabhatta was successfully launched in 1975. അപ്പൊ 3 വർഷങ്ങളായി. 1962 ഇൻകോസ്പാർ വന്നു, 1969 ISRO വന്നു. ദെൻ ആദ്യത്തെ സാറ്റലൈറ്റ് ദാറ്റ് ഈസ് ആര്യഭട്ട സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തത് എന്നാണ്? 1975. In addition to the satellites, space vehicles and rocket launches were also developed. Satellites കൂടാതെ കുറച്ച് സ്പേസ് വെഹിക്കിൾസും റോക്കറ്റ് ലോഞ്ചേഴ്സും എല്ലാം ഡെവലപ്പ് ചെയ്തു. Okay, so it was because of the foresightedness of Jawaharlal Nehru that India became the first developing nation to make and launch the satellites. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ദീർഘവീക്ഷണം കാരണമാണ് ഇന്ത്യക്ക്, ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? സോ വികസിത രാഷ്ട്രമൊന്നുമല്ല, ഒരു വികസ്വര രാഷ്ട്രമാണ്. സോ ആദ്യത്തെ ഒരു ഡെവലപ്പിംഗ് നേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സാറ്റലൈറ്റ് നിർമ്മിക്കുന്നതിലും അതേപോലെ തന്നെ ലോഞ്ച് ചെയ്യുന്നതിലും ആദ്യത്തെ ഡെവലപ്പിംഗ് കൺട്രിയാണ് ഏത്? നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് സെറ്റ് ആയിരിക്കുന്നു വിചാരിക്കണു. ഇനി സോ വിച്ച് ആർ ദി ഏജൻസീസ് ദാറ്റ് ഡെവലപ്പ് സാറ്റലൈറ്റ്സ് ഇൻ ഇന്ത്യ നൗ? അപ്പൊ ഇന്ത്യയിലെ ഇപ്പോൾ സാറ്റലൈറ്റ് നിർമ്മിക്കുന്ന ഏതൊക്കെയാണ് ഏജൻസികൾ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ 2 മെയിൻ ഏജൻസികളാണ് ഉള്ളത്. ഒന്ന് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ദെൻ സെക്കൻഡ് വൺ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഓക്കെ, ഇത് രണ്ടുമാണ് സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന 2 ഏജൻസീസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ മിസൈൽസ് ഡെവലപ്ഡ് ബൈ ഇന്ത്യ? ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്ന 2 മിസൈൽസ് ഏതൊക്കെയാണ്? അഗ്നി ആൻഡ് പൃഥ്വി. Okay, these are the missiles developed by India. So who led the nuclear experiments in India? ഇന്ത്യയിൽ ഉള്ള ന്യൂക്ലിയർ എക്സ്പെരിമെന്റ്സിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാ? ഡോക്ടർ രാജാറാമണ്ണ ആൻഡ് APJ അബ്ദുൽ കലാം. ഡോക്ടർ രാജാറാമണ്ണ ആൻഡ് ഡോക്ടർ APJ അബ്ദുൽ കലാം, ഇവർ 2 പേരും കൂടെ ചേർന്നിട്ടാണ് ന്യൂക്ലിയർ എക്സ്പെരിമെന്റ്സിനെല്ലാം നേതൃത്വം കൊടുത്തത്. ഇനി അടുത്തൊരു മേജർ ഏരിയ ആണ് എന്ത്? ഈ പറയുന്ന വാട്ട് വാസ് ഇന്ത്യസ് ഫസ്റ്റ് ലൂണാർ മിഷൻ? ഇന്ത്യയുടെ ആദ്യത്തെ ലൂണാർ മിഷൻ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ചന്ദ്രയാൻ. അതെന്നാണ്? 2008. ഇതാണ് ഇന്ത്യയുടെ ഫസ്റ്റത്തെ ലൂണാർ മിഷൻ. സോ ഇതോടുകൂടി ഇന്ത്യ became a member in the coveted group to launch space shuttle to the lunar orbit after America, Russia, European Space Agency, China and Japan. അവർക്കൊക്കെ ശേഷം പിന്നീട് ഈ പറയുന്ന സ്പേസ് ഷട്ടിലേക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൂണാർ ഓർബിറ്റിലേക്ക് ഒരു സ്പേസ് ഷട്ടിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെമ്പർ ആയിട്ട് ഇന്ത്യയും മാറി.
ഓക്കെ, അപ്പൊ ആദ്യത്തെ ലൂണാർ മിഷൻ ചന്ദ്രയാൻ എന്ന് പറഞ്ഞു. ഇനി ഫസ്റ്റ് മാർസ് എക്സ്പ്ലോറേഷൻ മിഷൻ ഏതാ? അതാണ് മംഗൾയാൻ. മംഗൾയാൻ, ദ സ്പേസ് മിഷൻ ഓഫ് ഇന്ത്യ ടു മാർസ്, ഇസ് ദ ഇന്ത്യൻ മെയ്ഡ് സ്പേസ് ഷട്ടിൽ ദാറ്റ് കവേർഡ് ദ ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ഇൻ സ്പേസ്. സ്പേസിലെ ഏറ്റവും ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്തതാണ് ഈ ഒരു മാർസ് എക്സ്പ്ലോറേഷൻ മിഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന സ്പേസിന്റെ പാട്ട് ഒന്ന് റിവൈസ് ചെയ്യാം. 1962 നെഹ്റു വിത്ത് ദ ടെക്നിക്കൽ അഡ്വൈസ് ഓഫ് വിക്രം സാരാഭായ് എന്ത് ഫോം ചെയ്തു? ഇൻകോസ്പാർ ഫോം ചെയ്തു. 1969 ISRO എസ്റ്റാബ്ലിഷ് ചെയ്തു. ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇന്ത്യയിൽ എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ദാറ്റ് ഈസ് ഇൻ തുമ്പ ഇൻ ട്രിവാൻഡ്രം. ദെൻ ആദ്യത്തെ സാറ്റലൈറ്റ് ഏതാ? സാറ്റലൈറ്റ് ആര്യഭട്ട. ഇറ്റ് വാസ് സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ഇൻ 1975. ഇത് കൂടാതെ സ്പേസ് വെഹിക്കിൾസും റോക്കറ്റ് ലോഞ്ചേഴ്സും എല്ലാം ഡെവലപ്പ് ചെയ്തു. പിന്നെ ഏതൊക്കെയാണ് ഈ പറയുന്ന സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഏജൻസീസ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഏതൊക്കെ മിസൈൽസ് ആണ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത്? അഗ്നി ആൻഡ് പൃഥ്വി. സോ ആരാണ് ഈ ന്യൂക്ലിയർ എക്സ്പെരിമെന്റ്സിന് എല്ലാം നേതൃത്വം കൊടുത്തത്? ഡോക്ടർ രാജാരാമണ്ണ ആൻഡ് ഡോക്ടർ APJ അബ്ദുൽ കലാം. സോ ആദ്യത്തെ ഇന്ത്യയുടെ ഫസ്റ്റ് ലൂണാർ മിഷൻ ഏതാ? ചന്ദ്രയാൻ. അത് എന്നാ തുടങ്ങിയ? 2008. ഇന്ത്യയുടെ ഫസ്റ്റ് മാർസ് എക്സ്പ്ലോറേഷൻ മിഷൻ ഏതാ? ദാറ്റ് ഈസ് മംഗൾയാൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്തത്. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്ത്യ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത്. സോ സെക്കൻഡ് മേജർ ടോപ്പിക് എന്ന് പറയുന്നത് സ്പേസ് റിസർച്ചിൽ ഇന്ത്യയുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയായിരുന്നു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അപ്പൊ ഈ രണ്ട് ഏരിയാസും കവർ ആണെങ്കിൽ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ടിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കാവേ. ഓക്കെ, ഇന്ത്യയുടെ ഫസ്റ്റ് മാർസ് എക്സ്പ്ലോറേഷൻ മിഷൻ ഏതാണ്? ദാറ്റ് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഫസ്റ്റ് മാർസ് എക്സ്പ്ലോറേഷൻ മിഷൻ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്നാണ് ഇൻകോസ്പാർ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഓക്കെ, ഇൻകോസ്പാർ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ഏതാണ്? ദാറ്റ് ഇസ് എ തേർഡ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, എന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ ലൂണാർ മിഷൻ, ഫസ്റ്റ് ലൂണാർ മിഷൻ എന്നാണ് ലോഞ്ച് ചെയ്തത്? ദാറ്റ് ഈസ് ചന്ദ്രയാൻ ആണെന്ന് നമുക്കറിയാം. അത് എന്നാണ് ലോഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഏതാണത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? നമ്മുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? സോ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് പഠിച്ച ഏരിയ എന്ന് മാത്രമാണ്. സോ നിങ്ങൾ എത്രത്തോളം അത് ഗ്രാസ്പ് ചെയ്ത് എടുത്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാവരും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളൂ മക്കളെ. അപ്പൊ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഈ 3 ടോപ്പിക്കുകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്തു. എഡ്യൂക്കേഷണൽ സെക്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി, എക്കണോമിക് സെക്ടർ, സ്പേസിന്റെ പാർട്ട്. സോ ഇതാണ് നമ്മുടെ മെയിൻ ഏരിയാസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സിന്റെ ഭാഗമുണ്ട്. സോ അതെല്ലാം നമുക്ക് പഠിക്കാൻ ഓക്കെ ആയിരിക്കും. പക്ഷെ ഈ ഏരിയാസ് ഒരുപാടുള്ള പോലെ തോന്നും, നമുക്കത് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നും. സോ എളുപ്പമായി പഠിച്ചോളൂ മക്കളെ. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ ആൻസർ പോസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ. കാണുന്നതോടൊപ്പം തന്നെ കമന്റ്സ് പോസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമന്റ്സ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേ സെഷൻ. അപ്പൊ അടുത്തൊരു സെഷനിൽ കാണുന്നവരെ ടിൽ ദെൻ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.